ഞാൻ ഹരിദാസ്, പുതുശ്ശേരി എടപ്പറമ്പ് ഹരിദാസ്, ജയൻ ഹരി എന്നറിയപ്പെടും. ഞാൻ പറയാൻ വന്നത് ഒരു കേസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഒരു സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ എന്നെ കേസ് കൊടുത്തു 2015. ആ കേസ് ഇന്നും എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കേസ് കൊടുക്കാൻ കാരണം സ്വത്ത് തർക്കത്തിൻ്റെ പേരിലായിരുന്നു. പക്ഷേ അതിന് എൻ്റെ അച്ഛൻ ഒസീത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒസീത്ത് 2008 എൻ്റെ അച്ഛൻ ഒസീത്ത് എഴുതി വെച്ചത്. എൻ്റെ പേരിലും എൻ്റെ മകൻ്റെ പേരിലും രേഖകൾ ഒസീത്ത് വിൽപ്പത്രമായിട്ടും ഒസീത്ത് എഴുതി വെച്ചിരുന്നു. അച്ഛൻ 2014 മരിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ വന്നു, അവസരങ്ങളെല്ലാം കഴിഞ്ഞു, അതിന് ശേഷം പോയി. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ 45 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. വള്ളത്തേരി കൊല്ലംകുളത്തായിരുന്നു താമസം. പക്ഷേ അതൊരു കല്യാണത്തിൻ്റെ പേരിലാണ് ജ്യേഷ്ഠൻ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയത്. എൻ്റെ 12 വയസ്സിലായിരുന്നു അത്. ഞാൻ വർഷങ്ങളോളം ഒറ്റയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ജീവിക്കുകയായിരുന്നു. സുഖ ദുഃഖങ്ങളോ ഒന്നുമേ അവൻ ഇത് അറിയില്ലായിരുന്നു. എല്ലാം മരിച്ച ശേഷം സ്വത്ത് വേണം പറഞ്ഞിട്ട് വന്നു. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ 2 പെങ്ങന്മാരും ചേർന്ന് എന്നെ കേസ് കൊടുത്തു. 2 പെങ്ങന്മാരും ഇല്ല, മരിച്ചുപോയി. പക്ഷേ അവർ എന്നെ കേസ് കൊടുത്തു. ഒരു രേഖയും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തത്. പക്ഷേ എനിക്ക് രേഖയുണ്ട് ഞാൻ തെളിയിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ കൊണ്ട് പോയി. പക്ഷേ എന്താ പറയുക, എന്നെ കോടതിയിൽ അറ്റൻഡ് ചെയ്യാത്ത ലെവലിൽ കൃഷ്ണൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കോടതിയിൽ എന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒസീത്ത് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അവർക്കൊരു മുൻഗണന പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്നു. അത് കാരണം എനിക്ക് ഈ കോടതിയിൽ ഒസീത്തുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഒസീത്ത് തെളിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ വന്ന് അളക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഒസീത്ത് ഉണ്ടാകുമ്പോൾ എങ്ങനെ അവർ അളക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കോടതിക്ക് ഈ സത്യം അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇത് അനുവദിച്ചുകൂടാ. ഇത് കള്ളക്കേസ് കൊടുത്ത് കൃഷ്ണൻ ചെയ്ത പണിയാണ്. എൻ്റെ ജ്യേഷ്ഠൻ കള്ളക്കേസ് കൊടുത്ത് ഒസീത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേരും പറഞ്ഞ് വില്ലേജിൽ കയറി, അച്ഛൻ്റെ പേരും പറഞ്ഞ് വില്ലേജിൽ കയറി എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് കോടതിയിൽ കടലാസ് ഉണ്ടെന്നും പറഞ്ഞ് വളരെ എന്താ പറയുക, ഒരു ഭൂമി തട്ടിപ്പ് മാതിരിയുള്ള പരിപാടികൾ കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കോടതി അറിയണം. കോടതിക്ക് അറിയില്ല, ഞാൻ നിരപരാധിയാണ്. പക്ഷേ ഒരു കാരണവശാലും ഒസീത്ത് ഉണ്ടാകുമ്പോൾ കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇവർ ഒസീത്തില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് സമൂഹത്തിന് അറിയണം, ഒസീത്ത് ഉണ്ട്. ഞാൻ മാധ്യമങ്ങളോട് ഞാൻ പറയുകയാണ്, ഒസീത്തിന് വിലയില്ലേ. ഇതെന്താ പറയുന്നത്? ഈ ഒസീത്തിന് രജിസ്റ്റർ ഒസീത്താണ്. 2008 ഒസീത്തിൽ എഴുതിയതാണ്. 2 സാക്ഷികൾ ഉൾപ്പെടെ. ഈ ഒസീത്തിന് രജിസ്റ്റർ ഒസീത്തിനും വിലയില്ലേ? സമൂഹത്തിന് എന്തിനാ ഒരു ഒസീത്ത് എഴുതി വയ്ക്കുക? പിൻകാലത്ത് ഒരു അവകാശി എന്ന് പറഞ്ഞിട്ടല്ല ഒരു ഒസീത്ത് എഴുതി വയ്ക്കുക. ആ ഒസീത്തിന് വിലയില്ലാത്ത മാതിരി ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ആ നിയമവിരുദ്ധം ചെയ്യുന്നവരിനെ ശിക്ഷിക്കണം. എൻ്റെ ജ്യേഷ്ഠനാണ് ഇതിൻ്റെ മുഴുവനും ആൾ, ഇതിൻ്റെ കാരണം എന്താ. പിന്നെ അതേമാതിരി ഈ ഒസീത്തിന് നോട്ടറി വക്കീൽ അഡ്ജസ്റ്റ് ചെയ്ത ഗവൺമെൻറ് കോപ്പി, ഗവൺമെൻറ് അംഗീകരിച്ച ഒരു എന്താ പറയുക, അംഗീകരിച്ച നോട്ടറി വക്കീൽ ഒരു സീലും ഗവൺമെൻറ് സീലോടുകൂടി അടിച്ചു തന്നിട്ട് 2ഉം എൻ്റെ കയ്യിലുണ്ട്. വില്ലേജിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ കോടതിയിൽ അറിയാത്ത കാരണം മുൻഗണന എന്താ, ഈ ഒസീത്ത് ഉണ്ടാകുമ്പോൾ മുൻഗണന എന്താ, താഴത്തെ കടന എന്താ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒസീത്ത് എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ മുൻഗണന കൊണ്ട് വീട്ടിൽ കയറിയിട്ട് അളക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് എൻ്റെ രേഖ കൃഷ്ണൻ അവിടെ എത്തിക്കണ്ട പറഞ്ഞിട്ട് എന്താ പറയുക, വളരെ പൈസ കൊടുത്തിട്ടും പല ഇതുകളും ചെയ്തുകൊണ്ടിരിക്കണം. ഇത് സത്യം ലോകം അറിയണം. ഒസീത്തിന് വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കണം. ഇതുമാതിരി പ്രവർത്തിക്കുന്ന 1000 കൃഷ്ണന്മാരിങ്ങനെ ഇറങ്ങും. ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാ. പുതുശ്ശേരി വില്ലേജിലുണ്ട് ഒരു സ്ഥലം.
എലപ്പുള്ളി വില്ലേജിലും ഉണ്ട്. പക്ഷേ എലപ്പുള്ളി വില്ലേജിൽ എൻ്റെ മകൻ്റെ പേരിലും പുതുശ്ശേരി വില്ലേജ് എൻ്റെ പേരിലും ആ സ്ഥലം 10 വർഷമായി ഞാൻ ടാക്സ് കെട്ടുകയല്ല. പൊസിഷൻ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. ഒരു കാരണവശാലും ഇത് അനുവദിക്കരുത്. കോടതി ഇത് തെറ്റാണ്. കോടതിക്ക് ഇത് സത്യാവസ്ഥ അറിയില്ല. ഇനി ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ പാടില്ല. ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കോടതിയോടും സമൂഹത്തോടും ഇത് എല്ലാ ജനങ്ങളും അറിയണം. പിന്നെ ഉസീത്തിന് വിലയില്ലാത്ത മരിച്ച് ഉസീത്തിന് എന്താ മതിപ്പ്? ഉസീത്ത് എന്തിനാ എഴുതുക? അതാണ് എൻ്റെ ചോദ്യം. ഉസീത്തിന് വിലയില്ലേ? എന്തിനാ ഈ കേസ് കൊടുക്കേണ്ട ആവശ്യം? കോടതി ഉസീത്തിനെങ്കിൽ അത് നിഷേധിക്കും. പക്ഷേ 3 മാസം കഴിഞ്ഞ് എനിക്ക് ഒത്തുതീർപ്പിന് വേണ്ടി വെച്ചു. ഒത്തുതീർപ്പായില്ല. പക്ഷേ ഒത്തുതീർപ്പാകാത്ത കേസ് അവിടെ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ എൻ്റെ കേസ് കൊണ്ടുപോയി ചതിക്കുകയായിരുന്നു. കൃഷ്ണനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ് ഇത്രയും കാരണക്കാരൻ. കൃഷ്ണൻ ഇത് ഉസീത്തിന് ഉണ്ടായിട്ട് ചതിപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനെ എന്താ ക്രിമിനൽ സ്വഭാവമാണ്. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ. സത്യം സത്യം.